ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ജെമിനായി, നിങ്ങളോ അവരോ ജെമിനായി സോഡിയക് സൈനിൽ ജനിച്ചവർ ആയിരിക്കാം. ഐ ഡോണ്ട് കെയർ, എന്തോ ഒരു കാര്യം അത് അവരെ ബാധിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്കത് ഒരു ഇഷ്യൂവേ അല്ല ഒരു പ്രശ്നമേ അല്ല എന്നാണ് അവർ പറയുന്നത്. 6, 15, 24, 2, 11, 20, 29 ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ടായിരിക്കും. ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്നുള്ളതിനുള്ള ഒരു സൂചന കൂടിയാണ്. യു ആർ നോട്ട് മൈ ടൈപ്പ്, നിങ്ങൾ അവരുടെ ടൈപ്പേ അല്ല എന്നാണ് അവർ പറയുന്നത്. നോക്കാം. ഹെൽത്ത് ഇഷ്യൂസ്, നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപക്ഷെ ബാധിക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും യെസ്, എന്തോ ഒരു കാര്യം. അതിന് യെസ് എന്ന ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. സ്റ്റക്ക്ഡ് ബൈ തേർഡ് പാർട്ടി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാളുടെ ഇൻഫ്ലുവൻസ് നല്ല പോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റക്നെസ് നിങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നീ എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി. ഓക്കെ, നിങ്ങൾ അവരെ വല്ലാതെ ഇൻസ്പയർ ചെയ്ത് അവരെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതായത് അവരുടെ യഥാർത്ഥ ഒരു എനർജിയിലേക്ക്, ഒരു കോർ എനർജിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഐ എം മാനിഫെസ്റ്റിംഗ് യു. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും മൊത്തമുള്ള ഒരു സൗഹൃദമാകാം, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു കുടുംബജീവിതമായിരിക്കാം. അത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. തേർഡ് ഐ ചക്ര, നിങ്ങളുടെയോ അവരുടെയോ തേർഡ് ഐ ചക്ര ഇപ്പൊ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഐ മെന്റ് വാട്ട് ഐ സേ. അവര് പറഞ്ഞ കാര്യം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അവർ. പ്ലീസ് ഫോർഗീവ് മീ.